ഹലോ എവ്രി വൺ. പ്രതികാരം എന്ന മനോഹരമായ ഒരു കഥയിലേക്ക് കിടക്കാം. ലില്ലി ട്യൂഷൻ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. ട്യൂഷൻ സെൻറ്ററിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ 10 മിനിറ്റോളം നടക്കണം. അവൾ പതിയെ നടക്കാൻ ആരംഭിച്ചു. വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേ ചെറിയ രീതിയിൽ വയറുവേദന ഉണ്ടായിരുന്നു. ഇപ്പോഴത് പതിയെ പതിയെ കൂടി വരുന്നത് ലില്ലി അറിഞ്ഞു. അടിവയറ്റിൽ നിന്നും സൂചി കുത്തുന്ന വേദന പോലെ. തനിക്ക് മെൻസസ് ആവാൻ സമയമായിട്ടുണ്ട്. ബ്ലീഡിങ് തുടങ്ങുകയാണെന്ന് തോന്നുന്നു. എങ്ങനെയും വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. അമ്മയ്ക്കരികിലെത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ വേദന എന്ന് അവൾ സമാധാനിച്ചു. പക്ഷേ എങ്ങനെ വീട്ടിലെത്തും? നടക്കാൻ ഒട്ടും വയ്യ. അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. ബൈക്കുമായി വന്ന് തന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ. അവൾ ചുറ്റിനും നോക്കി. പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വാങ്ങി അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നു. അവൾ വയറ്റിൽ അമർത്തി പിടിച്ചുകൊണ്ട് പതിയെ നടന്നു. പെട്ടെന്നാണ് അവളുടെ മുൻപിലേക്ക് വിശാൽ ബൈക്കുമായി കടന്നു വന്നത്. ലില്ലിയെ കണ്ടതും അവൻ വണ്ടി റോഡിന് സൈഡാക്കി നിർത്തി. "വിശാലേട്ടാ, കണ്ടത് നന്നായി. എനിക്ക് ആ ഫോണൊന്ന് തരാമോ? ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചോട്ടെ?" അവൾ ചോദിച്ചതും വിശാൽ ഫോൺ എടുത്ത് അവൾക്ക് നൽകി. "എന്തു പറ്റി ലില്ലി? എൻ്റെ എന്തെങ്കിലും സഹായം വേണോ?" ഫോൺ കൊടുക്കുന്നതിനൊപ്പം തന്നെ അവൻ ചോദിച്ചു. "വേണ്ട ചേട്ടാ, എനിക്ക് അച്ഛനെ വിളിച്ചാൽ മതി." ലില്ലി അച്ഛനായ ശേഖരനെ ഒരുപാട് വട്ടം വിളിച്ചു നോക്കി. എന്നാൽ ശേഖരൻ ഫോൺ എടുത്തില്ല. അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു. അവൾ ഫോൺ തിരികെ വിശാലിന് കൊടുത്തു. ആ മുഖം വിളറിയിരിക്കുന്നത് വിശാൽ കാണുന്നുണ്ടായിരുന്നു. "എന്താ ലില്ലി, എന്തുപറ്റി?" അവൻ വീണ്ടും ചോദിച്ചു. "അച്ഛൻ ഫോൺ എടുത്തില്ല." അവൾ സങ്കടത്തോടെ പറഞ്ഞു. "നിനക്കറിയില്ലേ, ശേഖരേട്ടൻ ഇപ്പോൾ ഷാപ്പിലെത്തിയിട്ടുണ്ടാവും. നീ കാര്യം പറ. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ സഹായിക്കാം." അവൻ വീണ്ടും പറഞ്ഞപ്പോൾ അവൾ ആശങ്കയോടെ വിശാലിനെ നോക്കി. "എനിക്ക് നല്ല സുഖമില്ല. നടന്നു പോവാനും ബസ്സിൽ കയറാനും ഒന്നും വയ്യ. അച്ഛനോട് കൂട്ടിക്കൊണ്ടു പോവാൻ പറയാനാ ഞാൻ വിളിച്ചത്." അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു. "സാരില്ല ലില്ലി, ഇതൊക്കെ എന്നോട് പറഞ്ഞാൽ പോരെ? അച്ഛൻ ഇപ്പം തന്നെ 2 കുപ്പി അകത്താക്കിയിട്ടുണ്ടാവും. വിരോധമില്ലെങ്കിൽ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം." വിശാൽ ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു ലിഫ്റ്റാണ്. ലില്ലി അല്പസമയം ഒന്ന് ആലോചിച്ചു. "ശരി ചേട്ടാ, ഞാൻ വരാം. എനിക്ക് തീരെ നടക്കാൻ വയ്യ." അവൾ പതുക്കെ വിശാലിൻ്റെ ബൈക്കിന് പിന്നിലേക്ക് കയറിയിരുന്നു. വിശാലിൻ്റെ ബൈക്ക് ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ഒരു റബ്ബർ തോട്ടത്തിനരികിലായി വിശാൽ വണ്ടി നിർത്തി. ലില്ലി ഒന്നും മനസ്സിലാവാതെ ചുറ്റും നോക്കി. റോഡിലെങ്ങും ആരുമില്ല. നീണ്ടു കിടക്കുന്ന റബ്ബർ തോട്ടവും ചീവീടുകളുടെ മൂളലും മാത്രം. "എന്താ വിശാലേട്ടാ, ഇവിടെ എന്തിനാ വണ്ടി നിർത്തിയത്?" അവൾ സംശയത്തോടെ അവനെ നോക്കി. "നീ ഇങ്ങ് വന്നേ ലില്ലി, നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം, വാ." അവൻ പെട്ടെന്ന് അവളുടെ കൈകളിൽ ബലമായി പിടിച്ചു. അവൾക്ക് അപകടം മണക്കുന്നുണ്ടായിരുന്നു. ലില്ലി കൈകൾ കുതറിക്കൊണ്ട് പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചു. എന്നാൽ വിശാൽ അവളെ വട്ടം പിടിച്ചു കളഞ്ഞു. അവൻ്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു. ആ റബ്ബർ കാടുകൾക്ക് നടുവിലേക്ക് അവൻ ലില്ലിയെ വലിച്ചെടുത്തുകൊണ്ടുപോയി. അവൾ അലറിക്കരയാൻ ശ്രമിച്ചുവെങ്കിലും വിശാൽ അവളുടെ വായിൽ അമർത്തിപ്പിടിച്ചു. അവളുടെ നിലവിളി ആ തൊണ്ടയിൽ തന്നെ ഞെരിഞ്ഞമർന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം ഒരു പുലർച്ചെ റബ്ബർ തോട്ടത്തിൽ വെട്ടാൻ വന്ന തോട്ടം തൊഴിലാളികളാണ് അഴുകി തുടങ്ങിയ നിലയിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം തോട്ടത്തിൽ കണ്ടെത്തിയത്. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ജനങ്ങൾക്കൊപ്പം തന്നെ പോലീസും റിപ്പോർട്ടർമാരുമെല്ലാം അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ലില്ലിയെ കാണാതായി എന്ന വിവരം അന്വേഷിക്കുന്ന പോലീസുകാർ തന്നെയായിരുന്നതിനാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അത് ലില്ലിയുടെ ഡെഡ് ബോഡിയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ആ മരണ വീട്ടിൽ നിന്നും ആളുകൾ അകന്നു പോയിക്കൊണ്ടിരുന്നു. ദൂരത്തെങ്ങോ മിഴിയും നട്ട് ലില്ലിയുടെ അമ്മ രേവതി ഒരേ ഇരുത്തം തുടർന്നു. എന്നാലും തൻ്റെ മകൾക്ക് എന്തായിരിക്കും സംഭവിച്ചത്? അവൾക്ക് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ദിവസം ചന്തയിൽ നിന്നും സാധനം വാങ്ങി മടങ്ങി വരികയായിരുന്ന രേവതി. അപ്പോഴാണ് അവൾക്കരികിൽ പാത്തും പതുങ്ങിയും നിൽക്കുന്ന രാജേഷിനെ കണ്ട അവൾ ഒന്ന് നിന്നത്. രാജേഷ് ലില്ലിയുടെ ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്. അവൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ അവന് തന്നോടെന്തോ പറയാനുണ്ടെന്ന് രേവതിക്ക് തോന്നി. അവൾ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറി നിന്നു. രാജേഷ് അല്പസമയമൊന്നും മടിച്ചു നിന്നെങ്കിലും രേവതിയോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ തയ്യാറായി. "ചേച്ചി, ലില്ലിയെ കാണാതായ ദിവസം അവസാനമായി അവൾ ക്ലാസ് കഴിഞ്ഞിറങ്ങി വന്നത് ഞാൻ കണ്ടിരുന്നു. അവൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള
വിശാലിൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നത് ഞാൻ കണ്ടിരുന്നു ചേച്ചി. രാജേഷിൻ്റെ വാക്കുകൾ കേട്ട രേവതിയുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിമാഞ്ഞു. തൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത്? അവൾ ഓരോ ഊഹങ്ങളിലൂടെയും കടന്നു പോവുകയായിരുന്നു. പ്രതികാരം. കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.